ഹായ് ഗൈസ്, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്താലോ? അപ്പോൾ എല്ലാ വണ്ടികളെയും സംബന്ധിച്ച് ചെയിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു സ്റ്റിക്കർ കാണും. അതിൽ എത്രത്തോളമാണ് ചെയിൻ ഫ്രീ പ്ലേ വേണ്ടതെന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന മാർക്ക് ഉണ്ടോ, ഈ കാണുന്ന വരകൾ, ഇത് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ഇത് നമ്മൾ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒരേപോലെയാണെന്ന് കറക്റ്റ് വരുത്തിയതിന് ശേഷമാണ് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയിൻ കവർ ഊരി മാറ്റാം. ചെയിൻ കവർ ഊരി മാറ്റിയതിന് ശേഷം നമ്മളുടെ ചെയിൻ്റെ ആ ഒരു ലൂസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊരു ടേപ്പ് എടുത്ത് അളന്ന് നോക്കാം. എന്നാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നല്ല ലൂസ് ഉണ്ട് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയിൻ്റെ ആക്സിൽ നെറ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഒരു കയ്യിലോട്ടൊന്നും എടുക്കണ്ട കേട്ടോ, ചെറിയ രീതിക്ക് തന്നെ നമുക്കത് ലൂസാക്കി കൊടുക്കാം. രണ്ട് സൈഡിലും ലൂസാക്കേണ്ട കാര്യമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലൂസാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നും കൂടെ ചെയിൻ ഒന്ന് ടൈറ്റ് ആണോ ചെക്ക് ചെയ്യുക. ചെയിൻ ടൈറ്റ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അളവ് കണ്ടു, ഈ ഒരു മാർക്ക്, ഇതാണ് നിങ്ങളുടെ നോക്കേണ്ട മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് തന്നെ വെക്കുക. വേണമെങ്കിൽ ഒരു ടേപ്പ് എടുത്ത് അളന്ന് നോക്കുകയും ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ടേപ്പ് എടുത്ത് അളന്നതിന് ശേഷം ഈ കാണുന്നതാണ് അഡ്ജസ്റ്റിംഗ് നെറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെറുതെ കൊണ്ടുപോയി ടൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മളുടെ വണ്ടിയുടെ വീല് ഒരു സൈഡിലോട്ട് മാറി നിൽക്കും. മാറി നിന്നാൽ നമ്മളുടെ ടയറിന് തേയ്മാനം കൂടും. ചെയിൻ നന്നായിട്ട് ടൈറ്റ് ആവും, പക്ഷെ അതിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്യൽ ഒരു അർത്ഥമില്ല. അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ അളവ് നോക്കുക, ചെയിൻ എത്രത്തോളം ടൈറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 4 ഇഞ്ച് വെച്ച് രണ്ട് സൈഡുമായിട്ട് ടൈറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കുമെന്നുള്ളൂ, പക്ഷേ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈറ്റ് ചെയ്താൽ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചെയിൻ്റെ ആ ഒരു സ്ലാഗ്നെസ്, ഫ്രീ പ്ലേ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എന്നിട്ട് ടയർ ടൈറ്റാണോ നോക്കണം, വീല് ടൈറ്റാണോ നോക്കണം. ഓവറായിട്ട് ടൈറ്റാക്കി വെക്കരുത്. ഓവറായിട്ട് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മളുടെ ചെയിൻ കണ്ടോ ഒന്നും അനങ്ങത്തില്ല, വീല് കറങ്ങത്തും കൂടിയില്ല, വളരെ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒന്നും കൂടി നമുക്ക് ചെയിൻ ഒന്ന് ലൂസാക്കി കറക്റ്റ് അളവാക്കുന്നത് വരെ നമുക്ക് ഈ ഒരു പരീക്ഷണം തുടങ്ങിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ കറക്റ്റ് അളവ് വരുത്തി നിങ്ങളുടെ ചെയിൻ്റെ ആ ഒരു ഫ്രീ പ്ലേ എപ്പോഴാണോ കറക്റ്റായി വരുന്നത് അതുവരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ഏകദേശം ഇതേ സംഗതി സെറ്റായിട്ടുണ്ട്. ലൂസാക്കി കറക്റ്റാക്കിയപ്പോൾ ഫ്രീ പ്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഒരിക്കലും ടൈറ്റാക്കി വെക്കരുത് ഓവറായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ച് ആ ഒരു അളവ് നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നും കരുതി വെറുതെ പോയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കരുത് എന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചെയിൻ എല്ലാം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ച സാധനങ്ങൾ എല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ചെയിൻ ഒന്ന് ലൂബ് അടിച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സാധനവും തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൂബാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഹൈനസിന് മേടിച്ച സാധനമാണ്, കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായി. ഞാൻ അതാണ് ഈ ഒരു വണ്ടിക്ക് യൂസ് ചെയ്യുന്നത്. ലൂബിനേക്കാളും എപ്പോഴും കോസ്റ്റ് കുറവെന്ന് പറയുന്നത് ഗിയർ ഓയിലിനാണ്. ഗിയർ ഓയിലിന് നല്ല ലൈഫും കിട്ടുന്നതാണ്. പിന്നെ ചെയിൻ കവറുള്ള വണ്ടിക്കാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പറ്റുവെച്ചാൽ ലൈക്ക് ചെയ്യുക.